തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ കാലിൽ തുന്നലിട്ട മുറിവിനുള്ളിൽ നിന്നും മരക്കഷ്ണം കണ്ടെത്തിയ പരാതിയിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് തേടി. ജില്ലാ മെഡിക്കൽ ഓഫീസറോടാണ് റിപ്പോർട്ട് തേടിയത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഭരതന്നൂർ കരിങ്കട സ്വദേശി മധുവിനാണ് കാലിന് മരക്കഷ്ണം കണ്ടെത്തിയത്. ഇന്നലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ മധുവിന്റെ കാലിൽ നിന്നും മരക്കഷ്ണം പുറത്തെടുത്തു. 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള മരക്കഷ്ണമാണ് പുറത്തെടുത്തത്. മുറിവിനുള്ളിൽ നിന്ന് 2 മാസത്തിന് ശേഷം മരക്കഷ്ണം കണ്ടെത്തിയെന്നായിരുന്നു പരാതി. കഴിഞ്ഞ മാർച്ച് 21-നാണ് മരത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് മധു മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. അച്ഛൻ ഇതുപോലെ മരത്തിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു. അവിടെ ഏറെക്കുറെ ഒരു 2 മണിക്കൂറോളം അവര് പണിപ്പെട്ട് ഒരു 3-4 എക്സ്റേ ഒക്കെ എടുത്ത് മുറിവ് വെച്ച് കെട്ടിയിട്ട് തിരിച്ച് പാലോട് ഹോസ്പിറ്റലിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാലോട് ഹോസ്പിറ്റലിലേക്ക്, ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റൽ അതാണ്. അപ്പൊ അവിടെ 24-ാം തീയതി വരെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആന്റിബയോട്ടിക്കും അത്യാവശ്യം ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സൗകര്യം നോക്കിയിട്ട് ഭരതന്നൂർ നെല്ലിക്കുന്ന് ഹോസ്പിറ്റലിലേക്ക് 1-2 ഒരിക്കൽ ഡ്രസ് ചെയ്യാനായിട്ട് അവിടത്തേക്ക് എഴുതിയായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഈ 2 മാസത്തോളം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മുറിവ് ഏകദേശം ഉണങ്ങിയിട്ടും ഈ പഴുപ്പ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തു നിന്ന് ഈ പഴുപ്പ് ഇങ്ങനെ ഡ്രസ് ചെയ്യുമ്പോൾ ഡ്രസ് ചെയ്ത ഇത് അഴിക്കാൻ നേരത്ത് ഈ പഴുപ്പ് ഇങ്ങനെ ലീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ആ ഡോക്ടറെ പറഞ്ഞ് ഓർത്തോയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ അജിത് കുമാർ സാറിനെ വന്ന് കണ്ടായിരുന്നു. ഓർത്തോല സാർ ഇവിടെ ഹെഡാണ് ഓർത്തോല. അങ്ങനെ പുള്ളിയാണ് പറഞ്ഞത്, അഡ്മിറ്റ് ചെയ്ത് 1-2 ദിവസം ആന്റിബയോട്ടിക് എടുത്തിട്ട് പുള്ളിയാണ് അതിൻ്റെ കൂടെ പറഞ്ഞത്, നമുക്ക് എന്തായാലും സർജറി ചെയ്ത് നോക്കാം, ഷുഗറൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സർജറി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം 25-ാം തീയതി രാവിലെ സർജറിക്ക് കയറ്റുമ്പോൾ ഈ മുറിവിനകത്ത് മരക്കഷ്ണങ്ങൾ ഈ 2 മാസം പുള്ളി ഇത് കൊണ്ട് കിടക്കുമായിരുന്നു. മരക്കഷ്ണങ്ങൾ ഏറെക്കുറെ ഒരു 1.5-2 മണിക്കൂർ ഈ ഓപ്പറേഷൻ ചെയ്ത ശേഷമാണ് ഇതെല്ലാം പുറത്തെടുത്തത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ സർജറി ചെയ്തതെന്നാണ് സാർ എന്നോട് പറഞ്ഞത്. എന്നാലും സംസ്ഥാനത്ത് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് നേരെയാണ് ഒരു പരാതി ഉയരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയുടെ കാലിൽ തുന്നലിട്ട മുറിവിനുള്ളിൽ നിന്നും മരക്കഷ്ണം കണ്ടെത്തിയിരുന്നു. ഈ പരാതിയിൽ ആരോഗ്യമന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസറോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും ആരോഗ്യമന്ത്രി പറയുകയുണ്ടായിരുന്നു. ഭരതന്നൂർ കരിങ്കട സ്വദേശി മധുവിനാണ് കാലിൽ നിന്നുമാണ് മരക്കഷ്ണം കണ്ടെത്തിയത്. കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ മരത്തിൽ നിന്നും വീണ മാർച്ച് 21-നാണ് മരത്തിൽ നിന്നും വീണ തുടർന്ന് മധുവിനെ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. അതിനുശേഷം ശസ്ത്രക്രിയയിൽ ശേഷമാണ് ഇത്തരത്തിൽ മുറിവിൽ നിന്നും മരക്കഷ്ണം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ആരോഗ്യമന്ത്രി ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. എന്നാലും ഇന്നലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ശസ്ത്രക്രിയയിൽ മധുവിൻ്റെ കാലിൽ നിന്ന് മരക്കഷ്ണം പുറത്തെടുത്തിട്ടുണ്ട്. 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയുമുള്ള മരക്കഷ്ണമാണ് പുറത്തെടുത്തത്. മുറിവിനുള്ളിൽ നിന്ന് 2 മാസത്തിന് ശേഷം മരക്കഷ്ണം കണ്ടെത്തി എന്നതായിരുന്നു പരാതി. മാർച്ച് 21-നാണ് ഇത്തരത്തിൽ മരത്തിൽ നിന്ന് വീണതിനെ തുടർന്ന് മധു മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്.